മലയാള സിനിമ വളരുകയാണ്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇതും. ഇടക്കാലത്ത് തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങൾ ആക്കേണ്ടി വന്ന ഒരു കാലത്ത് നിന്നാണ് നാം ഇവിടെ എത്തി നിൽക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിലുള്ള സിനിമകൾ പിറക്കുന്ന ഈ കാലത്തിലേക്ക് അങ്ങനെ ഒരു ഇൻഡസ്ട്രിയായി നമ്മുടെ കൊച്ചു മലയാള സിനിമ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ സ്വീകരിക്കുന്നു എന്നത് തന്നെ. തട്ടുപൊളിപ്പൻ പടങ്ങൾ പൈസ വസൂൽ എന്ന കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ ഇന്റർനാഷണൽ ലെവലുള്ള പടങ്ങൾ എത്തി പൈസ വസൂൽ ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് അതിരൻ എന്ന സിനിമ കാണിച്ചു തരുന്നതും. സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ മുതൽ കേട്ട ഒരു പേരാണ് ഹോളിവുഡിലെ ഷട്ടർ ഐലൻഡിന്റെ കോപ്പിയാണ് സിനിമ എന്ന്. 2010 ലിയനാർഡോ ഡിക്കാപ്രിയോ പ്രധാന വേഷത്തിൽ എത്തിയ സൈക്കോളജിക്കൽ ത്രില്ലർ ആയിരുന്നു ഷട്ടർ ഐലൻഡ്. പിന്നീട് സ്റ്റോൺ ഹാർട്ട്സ് അസൈലം എന്ന സിനിമയുമായി സാമ്യവും തോന്നി. ഇതും ഒരു ഹോളിവുഡ് സിനിമയാണ്. സിനിമയുടെ ട്രെയിലർ കണ്ട് ഇങ്ങനെയൊക്കെ തോന്നിയെങ്കിലും എന്നാൽ ഇതൊന്നുമല്ലായിരുന്നു സിനിമ കാട്ടിത്തന്നത്. 1967 കഥ നടക്കുന്നത്. അന്ന് സൈക്കാട്രി എന്നത് പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു ശാസ്ത്രശാഖ മാത്രമായിരുന്നു. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ആ പഴയ അവസ്ഥയെ. ആ പഴയ രീതിയാണ് ചിത്രത്തിലേത്. ആ പഴയകാല നായക രൂപ ഭാവത്തിലാണ് ഫഹദ് എത്തുന്നത്. ഭ്രാന്താലയത്തിലേക്ക് ഇൻസ്പെക്ഷന് വരുന്നിടത്ത് വെച്ചാണ് കഥ തുടങ്ങുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ആശുപത്രിയാണ് അത്. നീണ്ട ഇടനാഴികളും ഇരുണ്ട മുറികളുമുള്ള വിചിത്രമായ കൊട്ടാര സമാനമായ കെട്ടിടം. പല പ്രായത്തിൽ പല തരത്തിലുള്ള രോഗികൾ. അയാൾ അവരുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിച്ചു. അവരെക്കുറിച്ചും ഹോസ്പിറ്റലിന്റെ നടത്തിപ്പിനെ കുറിച്ചും റിപ്പോർട്ടുകൾ തയ്യാറാക്കി. ഇതിനിടയിൽ ആകസ്മികമായി അവിടെയുള്ളൊരു രോഗിയിൽ അയാൾ ആകൃഷ്ടനാകുന്നു. അത് സായി പല്ലവിയാണ്. ശേഷം സ്ക്രീനിൽ പുരോഗമിക്കുന്നതാണ് കഥ. അഭിനയിച്ച എല്ലാവരുടെയും മികച്ച അഭിനയം എന്ന് തന്നെ പറയാം. കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തവർ പോലും അവരവരുടെ ഭാഗങ്ങൾ മനോഹരമാക്കി. ഒരു പുതുമുഖ സംവിധായകന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെയാണ് വിവേക് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ഛായാഗ്രഹണം അതിമനോഹരമായിരുന്നു. ഗിബ്രാന്റെ പശ്ചാത്തല സംഗീതം ആയിരുന്നു സിനിമയുടെ ആത്മാവ്. പാട്ടുകളും എടുത്തു പറയേണ്ടവ തന്നെ. ആദ്യമായാണ് ഫഹദിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനം ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. അത് സായി പല്ലവി അവതരിപ്പിച്ച കഥാപാത്രം തന്നെ. നമുക്കറിയാവുന്ന സായി പല്ലവി അല്ല നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. മലർമിസിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് സായി ഇതിൽ. കലിയിൽ നമ്മൾ സായിയുടെ വേറൊരു രൂപം കണ്ടിരുന്നു. എന്നാൽ തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് സായി അതിരനിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയിലെ കളരിപ്പയറ്റ് രംഗങ്ങൾക്ക് വേണ്ടി സായി പല്ലവിയും രഞ്ജി പണിക്കരും എടുത്ത എഫർട്ട് ചില്ലറയൊന്നുമല്ല. അതിന്റെ റിസൾട്ട് സിനിമയിൽ കാണുന്നുമുണ്ട്. പറയത്തക്ക നെഗറ്റീവ് ഒന്നും തന്നെ ഇല്ല പടത്തിൽ. സിനിമയുടെ ക്ലൈമാക്സ് ലേശം പ്രെഡിക്റ്റബിൾ ആണെങ്കിലും എല്ലാവിധ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ചിത്രം. വ്യത്യസ്ത പ്രമേയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഈ സിനിമ നമ്മൾ കണ്ടിരിക്കണം. ഈ സിനിമയ്ക്കും ആ സപ്പോർട്ട് അർഹിക്കുന്നുണ്ട്. നമ്മൾ എന്ത് വിചാരിച്ച് സിനിമ കാണാൻ കയറിയാലും അതിന്റെ വേറൊരു അനുഭവമാണ് ഈ സിനിമ നൽകുന്നത്, പ്രതീക്ഷകൾക്ക് അപ്പുറം. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന മികച്ച ഒരു സിനിമ തന്നെയാണ് അതിരൻ.